ഹായ് ഗൈസ്, ഇത് കല്യാണത്തിൻ്റെ തലേന്നുള്ള വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോൾ അകത്തൊന്നും ആരെയും കാണുന്നില്ല. കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് പാല് കാച്ചലാണ്. അമ്മ ഇതേ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അച്ചമ്മ ദക്ഷിണയൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു സ്കാനർ കാണാം. അത് വേറൊന്നും കൊണ്ടല്ല, ജിപേ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, ക്യാഷ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. കുറച്ച് മോഡേണൈസ് ആക്കി. അങ്ങനെ ഐശ്വര്യമായിട്ട് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ അപ്പം എന്തോ തിരക്കിലായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ പേളിയും ഇയാനും വന്നിട്ടുണ്ട്. അവർ തലേന്നാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ അവർക്ക് കണ്ണൂരേക്ക് പോകേണ്ടതുണ്ട്. തലേന്ന് ചാച്ചുവിൻ്റെ വീട്ടിലും പിന്നെ കണ്ണൂരിൽ നിന്നാണ് കല്യാണത്തിനും വരുന്നത്. അതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇയാനു ആണെങ്കിൽ ബാക്കി പിള്ളേർ സെറ്റിന്റെ കൂടെ കളിയും കാര്യമാണ്. അവൻ അവരുടെ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഉച്ചയായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ കുറച്ച് ചോറ് അങ്ങോട്ട് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് ഡെക്കോറിന്റെ ആൾക്കാരെ വിളിച്ചത്. അവര് ടൗണിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർ വരുന്നോ നോക്കാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. അവരുടെ സാധനമൊക്കെ വീട്ടിൽ ഇറക്കിയിട്ട് അവർ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഷോയിൽ ഓൺ വോയിസ് ഒന്നും കൊടുക്കാനാവും തോന്നില്ല ഒന്നിലും. തൽക്കാലം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തെങ്കിലും കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു വെക്കാം. എനിക്കാണെങ്കിൽ എന്തെടുക്കണമെന്നൊന്നും ഒരു ഐഡിയ അല്ല. തിരക്കും ഉണ്ട്. പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഡെക്കർ ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റ വഴി കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഞാൻ നോക്കിയ സാധനമൊന്നും ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയ ടൈമിൽ എനിക്ക് അങ്ങനത്തെ ഞാൻ വിചാരിച്ച പോലത്തെ സ്റ്റേജ് കിട്ടി. സോ ഞാൻ കരുതി അവർക്ക് വർക്ക് കൊടുക്കാമെന്ന്. പക്ഷേ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള, അങ്ങനെ ഹെവി ആയിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള, ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു പിന്നെ സ്റ്റേജാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അയലിലിട്ടതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അയ്യോ. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ട്രൈപോഡ് വന്നിട്ടുണ്ടായിരുന്നു. പേളി അത് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫോൺ അതിൽ വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. അതായത് ഞങ്ങൾ കുറച്ച് വെഡ്ഡിങ്ങിന് ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഡാൻസ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഡെക്കറേഷൻ എവിടം വരെ ആയി എന്ന് പോയി നോക്കുകയും വേണം. ഡെക്കറേഷൻ അവിടെ സെറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ ഇവിടെ ഡാൻസ് ട്രയൽ ചെയ്ത് നോക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും ആയിട്ട് 2 ഡാൻസാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡാൻസ് കളിക്കുന്ന ഏകദേശം എല്ലാവരും ഓരോ സൈഡിലാണ്. ഓരോ ജില്ലയിൽ ഓരോ സംസ്ഥാനത്തായിട്ട് വ്യാപിച്ച് കിടക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരുമിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു ടൈമോ ഒരു ഇതോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഓൺലൈനായിട്ടാണ് എല്ലാം പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിയത്. പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് ചിലരുണ്ടാവില്ല, ബാക്കി എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക. അതുകൊണ്ട് തന്നെ ചില സ്റ്റെപ്സൊക്കെ കുറച്ച് മാറ്റം വരുത്താനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ കൈ വലത്തോട്ടാണെങ്കിൽ വേറൊരാളുടെ കൈ ഇടത്തോട്ട് എന്നൊക്കെ പറയും പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് നീറ്റാക്കി റെഡിയാക്കിയതാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് തലേന്നും കല്യാണത്തിൻ്റെ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെൻ്റൽ ഓർണമെൻറ്റ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അതാണ് ആ കാണുന്നത്. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാനത് കുളിച്ച് മാറ്റി വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ സംഭവ ബഹുലമായ മേക്കപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് തലേന്നും അതേപോലെ തലേന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ വരുന്നുണ്ട്, സമയവും ഇല്ല. അതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കെല്ലാം കൂടി അതിൻ്റെ ഒരു ഇതായതുകൊണ്ട് പല സാധനങ്ങളും കാണുന്നില്ല. കണ്ണിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ പലതും കാണുന്നില്ല. അവസാനം കൈ കിട്ടിയ എന്തൊക്കെയോ എടുത്ത് മേക്കപ്പ് ചെയ്തു. ഞാൻ ബ്ലഷ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. എന്നിട്ട് ലിപ്സ്റ്റിക്ക് വെച്ചാണ് ബ്ലഷ് ആക്കിയത്. എന്നിട്ട് പേളിയാണ്, ഞാനത് മുഖത്തപ്പടി ആക്കിയിട്ട് പേളിയാണ് അത് കറക്റ്റ് ചെയ്ത് തരുന്നത്. എന്നിട്ട് പ്രത്യേകം പറയാൻ പറ്റുന്നുണ്ട് ഇതിലെനിക്ക് പങ്കില്ലേന്ന്. കാരണം ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്, തിരക്ക് പിടിച്ച് വേജാറ് പിടിച്ചിട്ട്. പക്ഷേ അവസാനം ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടോ. അങ്ങനെ ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് അമലും സനുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രിയായി ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ബേക്കിൽ ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്. അവൻ്റെ വണ്ടി വെച്ചിടത്തിലേക്കൊന്ന് വാന്ന് മാറ്റി അമൽ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അവൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് ലാസ്റ്റ് ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചെറിയൊരു ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. പലഹാരവും കേക്കും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഡെക്കോറിന്റെ ടീംസ് ഒരു കേക്ക് സ്റ്റാൻഡ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് മതിയെന്ന് പറഞ്ഞു. എനിക്ക് പലഹാരം വെക്കേണ്ട കാര്യം ഓർമ്മയേ ഇല്ലായിരുന്നു. നോക്കുമ്പം അവർക്ക് പിറ്റേ ദിവസം സാധനങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അവർ
സ്റ്റേജിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അവിടെ ബാക്കി കേക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. പിന്നെ അങ്ങോട്ട് ഹറി ബെറിയായിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു. കേക്കും പലഹാരം ഒക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ലേറ്റായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും ആളുകളാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറച്ചാളെ വിളിച്ചിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം അയൽപക്കമോ അങ്ങനെ ഫാമിലി നമ്മൾ കുറച്ച് അറിയുന്ന ആൾക്കാർ അങ്ങനെ അത്രയും വിളിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എന്നാലും ആളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആളെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചേ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അയ്യോ എന്നാൽ പിന്നെ ഞങ്ങൾക്കൊരു ഡാൻസും കൂടി സെറ്റ് ചെയ്യായിരുന്നു. കാരണം അവർ അത്രയും നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല എന്തെങ്കിലും ഉണ്ടാകുന്ന ചോദിച്ചാൽ. ഇത് ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കസിൻസിനൊക്കെ ഞാൻ പിടിച്ച് മുന്നിൽ നിൽപ്പിച്ചിട്ടുണ്ട്. അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ആരൊക്കെയോ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ക്യാമറയും പിടിച്ച് നിൽക്കും. ഇനി ജസ്റ്റ് വന്നവരൊക്കെ ഒന്ന് വെൽക്കം ചെയ്യണം. ആര് പറയുന്നു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അവസാനം മൈക്ക് മാളുവിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. അവളെ എല്ലാവരെയും വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. നമുക്കൊരു കേക്ക് കട്ടിങ് സെമിലോട്ട് കടന്നാലോ? അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടി കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം കേക്ക് കട്ട് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. പിന്നെ അച്ഛൻ കട്ട് ചെയ്തിട്ട് എനിക്ക് തരികയാണ്. എനിക്ക് തന്നതിന് ശേഷം അമ്മയ്ക്ക് കൊടുത്താണ്ടിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിയോടെ ചിരി. പിന്നെ ഒട്ടും കുറച്ചില്ല, അമ്മയും അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തു. ആദ്യം എനിക്ക് തന്നു, പിന്നെ അച്ഛനും കൊടുത്തു. ഇനി നമ്മൾ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയിലേക്ക് കടക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് ഇതിൻ്റെ ഒന്നും വീഡിയോസും ഫോട്ടോസും ഒന്നും ഞാൻ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ സ്റ്റോറി ആയിട്ടിടുക. അപ്പം നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇനിയാണ് തമാശ. കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഞങ്ങളുടെ കയ്യിൽ കേക്ക് കട്ട് ചെയ്യാൻ തന്നപ്പോൾ ഉള്ള അവസ്ഥ. എനിക്ക് കട്ട് ചെയ്യുന്ന ടൈമിലുള്ള ഒരു കുഞ്ഞി കഷ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ മോനൂട്ട് എന്നോട് ചോദിച്ചു, മുത്തേ നിനക്ക് കേക്ക് കിട്ടി? ഞാൻ പറഞ്ഞു ഇല്ലടാ, എന്നാൽ നീ കഴിച്ചോ പറ്റും. അവൻ എനിക്ക് ഒരു കഷ്ണം കേക്ക് തന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനൂട്ട നിനക്ക് കേക്ക് കിട്ടി? അപ്പം അവൻ പറഞ്ഞില്ല. എന്നാൽ നീ കഴിച്ചടാ എന്നിട്ട് ഒരു കഷ്ണം ഞാൻ അവനെടുത്ത. അപ്പം പിന്നെ അടുത്ത ആളുണ്ട് വരുന്നത് നോനു. അവൻ എന്നോട് ചോദിച്ചു, മുത്തേ നിനക്ക് കേക്ക് കിട്ടി? ഞാൻ പറഞ്ഞു ഇല്ലടാ, എന്നാൽ നീ കഴിച്ചോ മറ്റോ ഒരു കഷ്ണം എനിക്ക് തന്നു. അപ്പോൾ തിരിച്ച് ഞാൻ, നിനക്ക് കിട്ടിയോടാ കേക്ക്? ഇല്ല. അപ്പോൾ ഞാൻ തിരിച്ച് അവൻ്റെ. ഇങ്ങനെ ഞങ്ങൾ ഏകദേശം കേക്ക് തീർത്ത്. അപ്പം പിന്നെ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സ്കൂട്ടായി, അവർ സ്കൂട്ടായി. കേക്ക് എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ജസ്റ്റ് ഫണ്ണാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കേക്ക് കട്ടിങ്ങും ഈറ്റിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു. പിന്നെ ഫോട്ടോ എടുക്കേണ്ട തിരക്കാം. മെയിനായിട്ട് നമ്മൾ കസിൻസ് മാത്രം കേട്ടോ അന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അച്ഛമ്മേൻ്റെയും കുഞ്ഞമ്മേൻ്റെയും കൂടിയാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. പിന്നെ ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ കണ്ണാരായിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരേ ഒരു അനിയനാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ഛമോളും കുഞ്ഞുമോളും. എൻ്റെ പല വ്ളോഗ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആളുകളാണ് ഇവർ. എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛമ്മയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു. കുഞ്ഞുമോൾ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ വരാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, വയസ്സുള്ളത് കൊണ്ട് അത്ര ദൂരം വരാൻ പറ്റൂല. പേളിക്ക് നാളെ രാവിലെ തന്നെ കണ്ണൂരേക്ക് പോകാനുള്ളത് കൊണ്ടും പാക്ക് ചെയ്യാനുള്ളത് കൊണ്ടൊക്കെ അവള് പോവുക. രാത്രി വരെ ഒന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞതാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. ചേഞ്ച് ചെയ്യാനൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് പിന്നെ എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അത് എടുത്തിട്ട് രാത്രി തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി പാട്ടൊക്കെ വെച്ചിട്ടൊന്ന് ഡാൻസ് കളിച്ച് ജിൽജില്ലാവാൻ വേണ്ടി. പാട്ടൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി പിന്നെ ഫുഡ് കഴിക്കാനാവില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം വേണം ഇനി ഫുൾ അങ്ങോട്ട് ഡാൻസിന്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇനി ഞങ്ങളൊരു അടിപൊളി ഡാൻസ് ഉണ്ടാവും. ഇപ്പല്ലേ ലാസ്റ്റ്. അങ്ങനെ ഇനി ഞങ്ങൾ ഡാൻസിലേക്ക് കടക്കട്ടെ. ഫാമിലിയിലെ ഏകദേശം എല്ലാവരും നമ്മൾ ഡാൻസ് കളിപ്പിച്ചു. അതായത് പ്രായഭേദമന്യേ നമ്മളെല്ലാവരും അങ്ങോട്ട് തുള്ളിയിട്ടുണ്ട്. അമ്മമാരായാലും എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ആരെയും നമ്മൾ വെറുതെ നിൽപ്പിച്ചിട്ടില്ല. എല്ലാവരും ഡാൻസ് കളിച്ചോളണം, പാട്ട് വെച്ചോ ഡാൻസ് കളിച്ചോളണം. അതായിരുന്നു നമ്മളെ സ്കീം. എൻജോയ് ചെയ്യാൻ പറ്റിയ മൂമെന്റ്സ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തോളണം. വൈബ് അടിക്കാനുണ്ടോ വൈബ് അടിച്ചോളണം. അതാണ് നമ്മൾ. ഡാൻസ് കളിക്കാൻ മടിച്ചു നിന്നവരൊക്കെ ഞങ്ങൾ പിടിച്ച് നടുവിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാവരും അങ്ങോട്ട് സെറ്റായി. ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ ഡാൻസിന്റെ കലാശക്കൊട്ടാണ് നിങ്ങളാ കേട്ടത്. അവസാനത്തെ സോങ്ങോട് കൂടി നമ്മൾ ഡാൻസ് അവസാനിപ്പിച്ചത്. എല്ലാവരും ഈ കോലത്തിലായിട്ടുണ്ട്. എന്റെ കോലം നോക്കൂ ഗൈസ്, എങ്ങനെ പോയ ഞാനാണ്. ഇപ്പത്തെ കോലം നോക്ക്. നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആളും ആരവും ഒഴിഞ്ഞ കല്യാണ വീടാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ ഏകദേശം പോയി. കുറച്ച് അടുത്ത് പിടിക്കാം. മേക്കപ്പും പോയി, ഒരു ഇതുമായി. എല്ലാവരും ബാക്ക് ടു അവരവരുടെ ഹോം. ഇനി അമല എനിക്ക് നേരത്തെ വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു. ഞാനത് തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അത് തുറന്ന് നോക്കാം. ഇതെന്തായിരിക്കും? ഈ കളറിൻ്റെ അതേ മാച്ചാന്നാണ് പറഞ്ഞത്.
വാച്ചാണോ ചോദിച്ചപ്പോൾ ആ പറഞ്ഞു അപ്പോൾ അത് വാച്ചിങ് ആയി. വാച്ചാണെന്ന് നമുക്കെന്തായാലും ഓപ്പൺ ചെയ്തു. ലെറ്റ്സ് അൺബോക്സ്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എടാ എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത് ഓപ്പൺ ചെയ്യാൻ പഠിച്ച പണി 18 നോക്കി, കുറേ വലിച്ചു നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനം പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ടൈം സെറ്റാക്കാം. രാത്രി 1:33. രാത്രിയല്ല, രാവിലെ. സമയം എന്തായാലും എൻ്റെ സമയം അത്ര നല്ലതല്ല. 1:33 അല്ലേ? 30 എവിടെ? 33 ഇവിടെ ഉണ്ടാവും. 33. ഓക്കെ, 1:33 നമുക്ക് കയ്യിലിട്ട് നോക്കാം. ഇതിന് എനിക്ക് കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൻ്റെ അതേ ഇതാക്കിയെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.